യെസ്, ടാൻജൻസിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആംഗിൾ ബി പി ക്യൂ എന്നുള്ളത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഏതാ തന്നിട്ടുള്ളത്? ആംഗിൾ ബി പി ക്യൂ എത്ര തന്നിട്ടുണ്ട്? 30. അതിൽ പി ക്യൂ എന്ന സൈഡ് എത്ര തന്നിട്ടുണ്ട്? പി ക്യൂ എന്ന സൈഡ് എത്ര തന്നിട്ടുണ്ട്? 4. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇതാണ്. നേരെ നോക്കിക്കോളൂ കേട്ടോ. ഈ പി ബിയെ പറയുന്ന പേരാണ് എന്തെന്നറിയോ? ടാൻജന്റ്. എന്താ പറയാ? ടാൻജന്റ്. പി ബിയെ പറയുന്ന പേരാണ് ടാൻജന്റ്. ക്ലിയർ അല്ലേ? പി ബിയെ പറയുന്ന പേരാണ് എന്ത്? ടാൻജന്റ്. ക്ലിയർ അല്ലേ? ഇതിൽ ഈ പി ക്യൂ പറഞ്ഞത് ഈ സൈഡിനെ പറയുന്ന പേരെന്താ? പി ക്യൂ. പി ക്യൂവിനെ പറയുന്ന പേരെന്താ? പറടാ. ഈ പി ക്യൂ എന്ന് പറഞ്ഞത് ഈ സൈഡിനെ പറയുന്ന പേരാണ് എന്ത്? കോഡ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഇതാണ്. ടാൻജന്റും ടാൻജന്റ്. ദിസ് ഇസ് ടാൻജന്റ്. വാട്ട് ഈസ് ദിസ്? കോഡ്. ടാൻജന്റും കോഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ കോഡിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ഈ വർഷത്തെ പബ്ലിക് എക്സാമിന്റെ 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ടാൻജന്റും കോഡും കോഡിന് നേരെ ഓപ്പോസിറ്റ്. 30 ആണ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എത്ര വരിക? അതിന്റെ നേരെ ഡബിൾ. ക്ലിയർ അല്ലേ? സോ ഇത് റേഡിയസുകളാണ്, ഇത് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇക്വലേറ്റർ ട്രയാങ്കിളിൽ എല്ലാ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 60. ഓക്കെ ആണോ? ഇനി നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ചെയ്യാൻ പോവുകയാണ്. വാട്ട് ഈസ് പി ആർ ക്യൂ? എത്ര പി ആർ ക്യൂ? 30. കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്, ബൈ ഹാർട്ട് പഠിക്കരുത്. പി ഒ ക്യൂ എത്രയാണ്? 2 into 30 അല്ലെ? വാട്ട് ഈസ് ആൻസർ? 60. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? പി ക്യൂ 4 ആണ്. പി ക്യൂ 4 ആണ്. ഇക്വലേറ്റർ ട്രയാങ്കിൾ ആവുമ്പോ എല്ലാ സൈഡും എന്തെന്നായിരിക്കും? 4. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 4. സിമ്പിൾ അല്ലേ? സോ എക്സാമിന് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.